അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ വല്ലാതെ ആക്ഷേപിച്ചവരാണ് യു ഡി എഫ് നേതാക്കൾ. അതിന് കാരണം ഈ ദാരിദ്ര്യമെന്ന് പറയുന്നത്, വിശപ്പെന്ന് പറയുന്നത് അനുഭവിക്കുന്നതിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. യു ഡി എഫുകാരന് അതറിയില്ല. ആരുടെയെങ്കിലും തോളിലേറി കാര്യങ്ങൾ നടത്തുന്നവർക്ക് അതറിയില്ല. പക്ഷെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവൻ്റെ അവൻ്റെ ഈ നീറുന്ന വേദനയുണ്ട്, ഒരു കാലത്തും പരിഹരിക്കാൻ കഴിയാത്ത അവൻ്റെ ആശങ്കകളുണ്ട്. വിശപ്പ് വരുമ്പോൾ, വേണ്ടപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, അവിടെയാണ് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെയുള്ള 64,006 കുടുംബങ്ങളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, അതിദാരിദ്ര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം കിടപ്പാടം, ഭക്ഷണം, അങ്ങനെയുള്ളത് കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് LDF കടക്കുക, അത് ദാരിദ്ര്യം തന്നെ ഇല്ലാതാവണം. പക്ഷെ അങ്ങനെ ദാരിദ്ര്യം തന്നെ ഇല്ലാതാവണം എന്നുള്ളതിനെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിത്രത്തെപ്പറ്റി ആലോചിക്കാനോ കോൺഗ്രസ്സിന് കഴിയാത്തത്, കോൺഗ്രസ്സിൽ ഭരിച്ച ഒരു കാലഘട്ടത്തിലും ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകളെ പറ്റി ചിന്തിച്ചൊരു പദ്ധതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നൊരു പ്രഖ്യാപനമായിരിക്കും ഈ കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളത്. ഒരു ഭരണകൂടം, അതിന് നേതൃത്വം കൊടുക്കുന്നൊരു മുന്നണി തങ്ങളുടെ നാട്ടിൽ, തങ്ങൾ ഭരണത്തിലിരിക്കുന്ന പ്രദേശത്ത് ദരിദ്രരുണ്ടാകാൻ പാടില്ല എന്നാഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ മനോഹരമായ സുന്ദരമായ മറ്റൊരു കാഴ്ച, ഒരു നടപടി, ഒരു ഇടപെടൽ ഈ ഭരണകൂടത്തിനെ സംബന്ധിച്ച് മറ്റൊന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന മുന്നണി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ സ്നേഹപൂർവ്വം, അങ്ങേയറ്റത്തെ സ്നേഹവായ്പോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.